അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇവിടെ ഈ ഒരു നല്ല മനുഷ്യനെ, നല്ലൊരു ഹ്യൂമൻ ബീങ് ആകുക, മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, വേറുള്ള ആൾക്കാരുടെ വിജയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതിന് ഏറ്റവും റൈറ്റായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ കിട്ടിയിരിക്കുന്ന മാറ്റം. അന്ന് കൈയടിക്കാം. കാരണം നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും, ഒരാളെ കൊണ്ടുവന്ന് അവർ വേറെ സാധാരണ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടൈപ്പ് ഒരു ബിസിനസ്. അടുത്ത ആളെ പിടിക്കും, നീ ഒരു കാര്യം ചെയ്യും, നീ അടുത്ത ആളെ പിടിക്കും, അവനെ പിടിക്കും, ഇവനെ പിടിക്കും, എങ്ങനെയും കുറേ ആളെ പിടിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ വെരി സിമ്പിൾ. നമുക്ക് വേണമെങ്കിൽ ആളെ പിടിച്ചാൽ പറ്റില്ല. ആളെ പിടിക്കണം, ആളെ പിടിക്കാം, അല്ലെ ആളെ കൊണ്ടുവരാം, അല്ലെ ആളെ പാർട്ട്ണറെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് അല്ല. വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കിയാൽ മതി, ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. തന്നെ ഇരുന്നപ്പോൾ നമ്മുടെ കൂടെ തന്നെ ചില ആൾക്കാർ ജോലി റിസൈൻ ചെയ്യാൻ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് അവർ വീട്ടിൽ നിന്ന് ട്രേഡ് ചെയ്ത്, കാരണം ഇവിടെ നിന്ന് ഒരു മാസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തോടെ അവർക്ക് പുള്ളിക്ക് കോൺഫിഡൻസ് ആയി. ജോലി നിർത്തി നാട്ടിൽ വന്ന് പല ബിസിനസ് തുടങ്ങാൻ ശ്രമിച്ച് എല്ലാം ഫ്ലോപ്പായി. അപ്പോൾ ഇതിനകത്ത് വന്ന് ഒരു മാസം കയറി ഇരുന്നോടെ പുള്ളിക്ക് കോൺഫിഡൻസ് ആയി. അവിടെ പോയി ജോലി രാജിവെച്ച് തിരിച്ചു വരാൻ പോവുക. $10,000 പുള്ളിക്ക് അവിടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അത് കൊടുത്തു തിരിച്ചു വന്ന് വീട്ടിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല, ആർക്കാ പ്രശ്നം. പുള്ളി ആരെ സ്പോൺസർ ചെയ്തിട്ട് കാര്യത്തോടെ വഴക്ക് പറയും, അല്ലെ നാളെ 6:30 ക്ലാസ്സിൽ കയറി പോരും പറയും. അത് ചെയ്തോട്ടെ, നോ പ്രോബ്ലം.